സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 28. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിമതനിൽ കുരുങ്ങി CPM. തൃശൂരിൽ MK വർഗീസ് തന്നെ മേയറാകും. തൃശൂർ. CPMനെ അപ്രസക്തമാക്കി തൃശൂർ കോർപ്പറേഷനിൽ LDF ഭരണം. കോൺഗ്രസ് വിമതനെ ആദ്യ 2 വർഷത്തേക്ക് മേയറാക്കി കോർപ്പറേഷൻ ഭരണം നിലനിർത്തി CPM മുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്ക് തുടക്കമിട്ടു. നെട്ടിശ്ശേരിയിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വിമതൻ MK വർഗീസിനെ മേയറായി LDF പ്രഖ്യാപിച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, VS സുനിൽകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് MK വർഗീസിനെ മേയറായി പ്രഖ്യാപിച്ചത്. 120 വർഷത്തെ പെരുമ ചോരാതെ രാമനിലയം പുതിയ പുലിമയിൽ. ഉദ്ഘാടനം പുതുവത്സര ദിനത്തിൽ. തൃശൂർ. അവിസ്മരണീയമായ സംഭവങ്ങൾക്കും പ്രമുഖരുടെ കൂടിക്കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാമനിലയത്തിന്റെ 120 വർഷം പഴക്കമുള്ള പൈതൃക ബ്ലോക്ക് പഴമയുടെ പ്രൗഢി ചോരാതെ നവീകരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടു. ജനുവരി 1 വൈകിട്ട് 6 മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാടിന് സമർപ്പിക്കും. പോക്സോ കേസ് പ്രതി കോവിഡ് കേന്ദ്രത്തിൽ തൂങ്ങി മരിച്ചു. തൊടുപുഴ. പോക്സോ കേസ് പ്രതി കോവിഡ് കേന്ദ്രത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുമളി സ്വദേശി ബിനോയിയാണ് ഇന്ന് രാവിലെ 6 ആശുപത്രിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CM രവീന്ദ്രനെ ED വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഡോളർ കടത്ത് അന്വേഷണം ദുബായിലേക്ക്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രമുഖ പദവികളിലുള്ള ചില ഉന്നതർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായി ചേർന്ന് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ദുബായിലേക്ക്. പ്രമുഖ പദവിയിലിരിക്കുന്ന നേതാവിന്റെ പണം ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷും PS സരിത്തും കസ്റ്റംസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 2 മലയാളികൾക്കുള്ള പങ്ക് വ്യക്തമായത്. തർക്കം അവസാനിച്ചു. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ ഇന്ന് അനുമതി നൽകും. തിരുവനന്തപുരം. വ്യാഴാഴ്ച ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ ഇന്ന് അനുമതി നൽകും. മന്ത്രിമാരും സ്പീക്കറും നേരിട്ട് കണ്ടതോടെയാണ് ഗവർണർ അയഞ്ഞത്. കാർഷിക നിയമ ഭേദഗതി ചർച്ച ചെയ്യേണ്ട അടിയന്തര സാഹചര്യം വിശദമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഗവർണർക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. 31 ചേരുന്ന സഭ കേന്ദ്ര കാർഷിക നിയമ ഭേദഗതി തള്ളിക്കളയും. കുടിയൊഴിപ്പിക്കുന്നതിനിടെ തീ കൊളുത്തിയ ആത്മഹത്യാ ഭീഷണി. ഗ്രഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര പോങ്ങയിൽ കോടതി ഉത്തരവ് പ്രകാരം കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയവർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണിക്കിടെ പൊള്ളലേറ്റ ദമ്പതികളിൽ ഭർത്താവ് മരിച്ചു. നെട്ടത്തോട്ടം കോളനിക്ക് സമീപം രാജനാണ് മരിച്ചത്. പോലീസിനെ പിന്തിരിപ്പിക്കാനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും ലൈറ്റർ പോലീസ് തട്ടിമാറ്റിയപ്പോഴാണ് തീ ആളിപ്പടർന്നതെന്നും രാജൻ വെളിപ്പെടുത്തിയിരുന്നു. 50% പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. ഭാര്യ അമ്പി പൊള്ളലേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച 41 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ഡോക്ടർ ഉൾപ്പെടെ 41 പേർ അറസ്റ്റിലായി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൈബർ ലോകത്ത് പ്രചരിപ്പിച്ചതും പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ട് എന്ന റെയ്ഡിലാണ് പ്രതികളെ പിടികൂടിയത്. കാർഷിക നിയമം പ്രയോജനമില്ലെങ്കിൽ ഭേദഗതിയെന്ന് ന്യൂഡൽഹി. കർഷക സമരം തുടരുന്നതിനിടയിൽ കാർഷിക നിയമങ്ങൾ 1 വർഷത്തേക്കോ മറ്റോ നടപ്പാക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ. നിയമങ്ങൾ കർഷകർക്ക് പ്രയോജനകരമല്ലെങ്കിൽ ഭേദഗതികൾ വരുത്താമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. COVID-19 വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ഊർജിതമാക്കി. രാജ്യമെമ്പാടും COVID-19 വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ഊർജിതമാക്കി. വാക്സിനേഷൻ പ്രക്രിയയിൽ വാക്സിൻ നൽകുന്നവർക്ക് പ്രധാന പങ്ക് ഉള്ളതിനാൽ ഇവർക്കുള്ള പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു. സാമ്പത്തിക സെൻസസ് ജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ട് അധികൃതർ. തൃശൂർ. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും വിവരണ ശേഖരണത്തിനുള്ള സാമ്പത്തിക സെൻസസ് ജില്ലയിൽ തുടരുന്നു. 5 വർഷം കൂടുമ്പോഴാണ് സാമ്പത്തിക സെൻസസ് നടത്തുന്നത്. സെൻസസ് സംബന്ധിച്ച് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സീറ്റ് വർധനവ്. തൃശൂർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി 91 സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ആരോഗ്യ സർവകലാശാലയുടെ ഭരണസമിതി യോഗം തീരുമാനിച്ചു. എല്ലാ വിഭാഗങ്ങളിലുമായി ബിരുദാനന്തര കോഴ്സുകളിലേക്കാണ് സീറ്റ് വർധനവ്. കണ്ടൽക്കാട് സംരക്ഷണ യോഗം ഇന്ന്. ജില്ലയിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം തിങ്കളാഴ്ച തൃശൂർ രാമനിലയത്തിൽ നടക്കും. കൃഷിവകുപ്പ് മന്ത്രി സുനിൽകുമാർ, വനംവകുപ്പ് മന്ത്രി K രാജു എന്നിവർക്കൊപ്പം സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരും വിദഗ്ധരും യോഗത്തിൽ പങ്കുചേരും. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ്
മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.